Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഗ്ലോബൽ പവറിന്റെ ഇൻവെർട്ടർ വെൽഡിംഗ് മെഷീൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് മെഷീൻ്റെ കൂടെ എന്തെല്ലാം ആക്സസറീസ് ആണ് വരുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ മെഷീൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത് 4 കിലോയാണ്. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് മൊബൈലെല്ലാം ചാർജ് ചെയ്യാനായിട്ട് ഇതിൽ 2 സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ USB കേബിൾ ഉപയോഗിച്ച് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇരിക്കുന്നത് ഒരു ഹോൾഡർ കേബിളാണ്. ഏകദേശം 1.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഹോൾഡർ കേബിളാണ് നമുക്ക് മെഷീൻ്റെ കൂടെ കിട്ടുന്നത്. ഇതാണ് ഈ മെഷീൻ്റെ എർത്ത് കേബിൾ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 1 മീറ്റർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന വെൽഡിംഗ് ഹാൻഡ് ഷീൽഡ്. ഇതിൻ്റെ ഷേപ്പ് നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഹാൻഡിലാണ് ഇത് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു വയർ ബ്രഷും കിട്ടുന്നതാണ്. മെഷീന് പ്ലാസ്റ്റിക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ബെൽറ്റ് ഉപയോഗിച്ച് മെഷീനിൽ സെറ്റ് ചെയ്ത് തൂക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ആക്സസറീസ് ആയിട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി മെഷീൻ പുറത്തോട്ടെടുത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ, 220A ഇൻവെർട്ടർ വെൽഡിംഗ് മെഷീൻ. ഇതൊരു സിംഗിൾ ബോർഡ് IGBT വെൽഡിംഗ് മെഷീൻ ആണ്. ഈ മെഷീൻ്റെ വേറൊരു പ്രത്യേകതയാണ്, മെഷീൻ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുകയില്ല. വെൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫാൻ വർക്ക് ആവുകയുള്ളൂ. ഒരു കൊല്ലമാണ് ഈ മെഷീൻ്റെ വാറണ്ടി. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. ഈ മെഷീന് 2 ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഉള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ് 2 മൊബൈൽ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് OC ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നത്. മെഷീൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് 3 നോബുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാണുന്നതാണ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്. ഈ കാണുന്ന രണ്ടാമത്തെയാണ് ആർക്ക് ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്. അടുത്തതായിട്ടുള്ളത് ഹോട്ട് സ്റ്റാർട്ടിനായിട്ടുള്ള നോബാണ്. ഇനി നമുക്ക് USB കേബിൾ ഉപയോഗിച്ച് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാം. ഫോൺ ചാർജ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് തന്നെ മൊബൈലിൽ ചാർജ് കയറുന്നുണ്ട്, സംഭവം കൊള്ളാം. ഇനി നമുക്ക് മെഷീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ ബോർഡ് കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും പൊട്ടൻഷ്യോമീറ്ററും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ബോർഡ്. ഈ മെഷീനിൽ 4 IGBT ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡയോഡ് വരുന്നത്. ഇവിടെ ഈ ഹീറ്റ് സിങ്കിലായിട്ട് ഇത് IGBTയുടെ ഹീറ്റ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്.
ഈ IGBT വെച്ചിരിക്കുന്ന ഹീറ്റ് സിങ്കുകളുടെ ഇടയ്ക്കായിട്ട് നടുക്കിലായിട്ടാണ് പവർ കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. 2 കപ്പാസിറ്ററുകളാണ് ഇതിന് ഉള്ളത് ഇവിടെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്യിച്ചതിൻ്റെ പവറും കാര്യങ്ങളെല്ലാം നോക്കാം. അത്യാവശ്യം നല്ല പവറുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെഷീനാണിത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.